മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഭാര്യ ഹിലാരി ക്ലിന്റൺ ഹാർട്ട് ചോയ്സ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അവരൊരു അത്ഭുതകരമായ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നു. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച് ഏതാനും ആഴ്ചകൾക്കു ശേഷം ഒരു റഷ്യൻ പട്ടാളക്കാരന് വീട്ടിലേക്ക് പോകാൻ അവധി ലഭിക്കുന്നു. അവധിക്ക് തന്റെ ഗ്രാമത്തിലേക്ക് പോയ പട്ടാളക്കാരൻ ഗ്രാമത്തിൽ പ്രവേശിച്ചയുടനെ ഞെട്ടിപ്പോയി. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ബോംബെറിഞ്ഞു. സൈനിക വാഹനങ്ങളിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരുന്നു. നൂറുകണക്കിന് മൃതദേഹങ്ങൾ അവിടെ കിടന്നിരുന്നു. ഒരു കൂട്ടക്കുഴി മാടത്തിലേക്ക് കൊണ്ടുപോകാൻ അവ തയ്യാറായിരുന്നു. സൈനികൻ കുറച്ചുനേരം മൃതദേഹങ്ങൾക്ക് മുന്നിൽ നിന്നു. പെട്ടെന്ന് ഒരു സ്ത്രീയുടെ കാലിൽ ഒരു ജോഡി ഷൂസ് അയാൾ ശ്രദ്ധിച്ചു. അത് അയാളുടെ ഭാര്യയുടെ ഷൂസ് പോലെയായിരുന്നു. അയാൾ ഉടനെ വീട്ടിലേക്ക് ഓടി. ആരും വീട്ടിലില്ല. അയാൾ വേഗം തിരിച്ചെത്തി വാഹനത്തിലെ മൃതദേഹം പരിശോധിച്ചു. അത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. ഞെട്ടിപ്പോയ അയാൾ മൃതദേഹം തനിക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. പൊതു ശവക്കുഴിയിൽ അവളെ സംസ്കരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഒരു സ്വകാര്യ ശവക്കുഴിയിൽ അവളെ സംസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. അയാൾക്ക് അനുമതി ലഭിച്ചു. വളരെ പ്രയാസപ്പെട്ട് വാഹനത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തപ്പോൾ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് കണ്ട് അയാൾ ഞെട്ടി. അയാൾ ഉടൻ തന്നെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം സൈനികന്റെ ഭാര്യ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ അപകടത്തിന് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ സംസ്കരിക്കപ്പെടാൻ പോകുന്ന ഭാര്യ ഗർഭിണിയായി. ഒരു ആൺകുട്ടി ജനിച്ചു. ജനനം കണ്ടവർ ആൺകുട്ടിക്ക് പേരിട്ടു. അവന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയാമോ? വ്ളാഡിമിർ പുടിൻ. എവിടെയെങ്കിലും നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ഈ പേര്. ഇതാണ് ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ്. ശവക്കുഴിയിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു അമ്മയിൽ നിന്നാണ് അവൻ ജനിച്ചത്. യാദൃശ്ചികമായി അവൻ ഗർഭപാത്രത്തിൽ ഒരു ദൈവമായി മാറി. ഈ ലോകത്ത് അവതാരമെടുത്തു. ഇന്ന് ലോകത്തെ ഭരിക്കുന്ന ശക്തികളിലൊന്നാണ്.